പൈസ പിടിച്ചോ. നിങ്ങൾ ചിന്തിച്ചു കാണും ഞാനിവിടെ കിടന്ന് വെള്ളി ഡാൻസ് കളിച്ചാന്റെ പൈസ ആയിരിക്കും ഇതൊക്കെ. അല്ല, ഞാനിവിടെ കിടന്ന് ഏത്തപ്പഴം പിറക്കുന്നതിന്റെ പൈസ ഇതൊക്കെ. ഏത്തപ്പഴം അല്ലടി ഈത്തപ്പഴം. 12 വർഷമായി ഗൾഫിലോട്ട് വന്നിട്ട് എന്നിട്ട് ഈത്തപ്പഴം എന്ന് പറയാൻ പഠിച്ചില്ലല്ലോ. ആ പഴം, ഇങ്ങനെ ഒരു പഴം. ഞാനിവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഏത്തപ്പഴം പിറക്കുന്നുണ്ട്. ഏത്തപ്പഴം അല്ല ഈത്തപ്പഴം. ആ ഈത്തപ്പഴം പിറക്കുന്നുണ്ട്. ഒരു സമയങ്ങളിൽ ബെല്ലി ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ഇയാളുടെ കയ്യിലുള്ള ചാർട്ടവറിന്റെ അടിയും മേടിക്കുന്നുണ്ട്. അല്ല, എന്താ അറബി ഇങ്ങനെ കിടക്കുന്നേ? മസിൽ പിടിച്ചിരിക്കുക. മസാല പിടിക്കാൻ ഇത് ചിക്കൻ ഫ്രൈ. ഞാൻ മസാല പിടിച്ചിരിക്കല്ല, എന്റെ കാലിൽ മസിൽ പിടിച്ചിരിക്കുകയെന്ന്. നിങ്ങൾ ഇത്ര വലിയൊരു അറബിക്കാരനായിട്ട് നിങ്ങളെ വാങ്ങി ഞാൻ ഒരു അറബി പോലും ഇന്ന് കേട്ടിട്ടില്ലല്ലോ. എങ്ങനെ അറബി കേൾക്കാനാ? നീ മലയാളിയുടെ കൂടെയല്ലേ എന്റെ ജീവിതം. മലയാളം പറഞ്ഞു ഞാൻ എന്റെ അറബി വരെ മറന്നു. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ എന്താ എന്നെ വിളിക്കുന്നേ? മറബിന്ന്. അറബി മറന്നു പിന്നെ മറബിന്നല്ലേ വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറവിയല്ല, പിന്നെ തോൽവി. പണ്ട് ആ നാട്ടിൽ കുണ്ട്രാണ്ടി ഓഫീസിൽ ജോലി കുണ്ട്രാണ്ടി ഓഫീസ് എവിടെ കേട്ടിട്ടില്ല. നല്ല ഫ്രഷ് ഡയലോഗ്. ആ സ്ഥലത്തിന്റെ പേരെങ്കിലും ഒന്ന് മാറ്റായിരുന്നു. ആ ഓഫീസിൽ ജോലി ചെയ്തോണ്ടിരുന്നവളായിരുന്നു ഇവിടെ കിടന്ന് ഏത്തപ്പഴം പിറക്കുന്നത്. ഏത്തപ്പഴം അല്ല ഈത്തപ്പഴം. ഈത്തപ്പഴം പിറക്കുന്നത് ഇതെല്ലാം കശുവണ്ടി ശാപോ. കശുവണ്ടി ശാപോ? ഞാൻ പണ്ട് ചന്തയിൽ എത്ര കശുവണ്ടി വിട്ടിട്ടുണ്ടെന്ന് അറിയാവോ? കശുവണ്ടിയൊക്കെ വിൽക്കാൻ പറ്റുമോ? കശുവണ്ടി അല്ല, കശുവണ്ടി. ഓ, കഥ പറഞ്ഞോണ്ടിരിക്കാണ്ട് വേഗം പോയി കശുവണ്ടി പെറുക്ക്. അല്ല, ഏത്തപ്പഴം പെറുക്ക്. ഈത്തപ്പഴം പെറുക്ക്.